ആലപ്പുഴ അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ ഗതാഗത തടസ്സമുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഓട്ടോ ഇടിച്ച് തകഴി റെയിൽവേ ക്രോസ് തകരാറിലായതാണ് കാരണം. മനീഷ് മഹിവാലി വാർത്തയുടെ കുറച്ചുകൂടി വിവരങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കാൻ വരുന്നുണ്ട്. മനീഷ്, പറയൂ. ഏകദേശം 25 കിലോമീറ്ററോളം വരുന്നതാണ് അമ്പലപ്പുഴ തിരുവല്ല ഈ സംസ്ഥാന പാത. അവിടെ ഈ തകഴിയിൽ സ്ഥിരമായി വാഹനം ഇടിച്ചുകൊണ്ട് ലെവൽ ക്രോസ് തകരാറെന്ന സംഭവമുണ്ട്. വർഷത്തിൽ 1, 2, 3 സംഭവം ഉണ്ടാവും. ഇന്ന് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് 3 മണിക്കാണ്. ഒരു പെട്ടി ഓട്ടോറിക്ഷയാണ് ലെവൽ ക്രോസിൽ നിന്നും ട്രെയിൻ പോയ ശേഷം ഇത് ഉയർത്തുന്ന സമയത്താണ് ഓട്ടോ ഇടിച്ചത് തകരാറായിട്ടുള്ളത്. പക്ഷേ ഇവിടങ്ങളിൽ ഇങ്ങനെ ഉണ്ടാകുന്ന വിഷയം അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ മണിക്കൂറുകൾ എടുക്കും. രാവിലെ എന്താണെങ്കിലും ഈ കുട്ടനാട് ഭാഗത്തു നിന്നൊക്കെ ആളുകൾ ആലപ്പുഴയിലേക്കും തിരുവല്ല പത്തനംതിട്ട മേഖലയിലൊക്കെ പോകുന്ന പ്രധാനപ്പെട്ട സ്ഥലമാണ്. സ്വകാര്യ ബസ്സിന് ഇവിടെ റൂട്ടില്ല. പ്രധാനമായും KSRTC ബസ്സുകളാണ് അമ്പലപ്പുഴയിൽ നിന്നും തിരുവല്ല പത്തനംതിട്ട റൂട്ടിലേക്കും ഒപ്പം തന്നെ പത്തനംതിട്ടയിൽ നിന്നും ആലപ്പുഴ തുടങ്ങിയിട്ടുള്ള എറണാകുളം തുടങ്ങിയിട്ടുള്ള മേഖലയിലേക്കൊക്കെ രാവിലെ 100 കണക്കിന് ആളുകൾ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ആശ്രയിക്കുന്ന ഒരു സംസ്ഥാന പാതയാണ്. ഇവിടെ KSRTC ബസ് അടക്കമുള്ള വാഹനങ്ങൾക്ക് ഇനി തകഴി നിർത്തിയ ശേഷം തകഴി റെയിൽ ക്രോസിൽ നിന്ന് നടന്നിറങ്ങി അപ്പുറത്ത് ഇറങ്ങിയ ശേഷം മാത്രമേ അടുത്ത ബസ് സർവീസിന് കയറാൻ സാധിക്കുള്ളൂ. അതായത് ഒരേ അടിക്ക് തിരുവല്ലയിൽ നിന്നും അമ്പലപ്പുഴയ്ക്ക് പോകാൻ സാധിക്കില്ല. ആളുകൾക്ക് ഇറങ്ങി പോകേണ്ട അവസ്ഥയുണ്ട്. അത് KSRTC ബസ്സിനും ഇനി അതിലെ സ്വകാര്യ വാഹനങ്ങളിൽ വരുന്നവർ അവിടെ കുടുങ്ങിപ്പോയി. ഇതറിയാതെ അമ്പലപ്പുഴയിൽ നിന്നും അങ്ങോട്ട് ഈ തിരുവല്ല ഭാഗത്തേക്ക് പോകുന്നവർക്ക് തിരിച്ച് വീണ്ടും വഴി കുട്ടനാട്ടിലൂടെ വന്ന് കറങ്ങി തിരിഞ്ഞ് ഏകദേശം ഒരു 15 കിലോമീറ്ററോളം അധിക ദൂരം ഓടിയാൽ മാത്രമായിരിക്കും ഈ 2 ഭാഗത്തേക്കും പോകാൻ കഴിയും. അതും ഭാരമേറിയ വാഹനങ്ങൾക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അമ്പലപ്പുഴയിലും തിരുവല്ലയിലും വേണ്ട ഗതാഗത ക്രമീകരണങ്ങൾ നിലവിൽ ഒരുക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയുള്ള ഗതാഗത ക്രമീകരണം ഒരുക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ അത് ഈ റൂട്ടിൽ വലിയ ഗതാഗത കുരുക്കുണ്ടാക്കും. എന്താണെങ്കിലും ഈ റെയിൽവേ ഇപ്പോൾ അറിയിക്കുന്നത് ഈ ലെവൽ ക്രോസ് തകർന്നതിന്റെ വിഷയം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയെന്നാണ്. SKN.